കഴിഞ്ഞ 6 വർഷമായി തൻ്റെ പേരിൽ ബോക്സ് ഓഫീസിൽ ഹിറ്റുകൾ ഒന്നുമില്ലാതിരുന്ന നടൻ ചെയ്യുന്ന സിനിമകളുടെ പേരിലും ബോക്സ് ഓഫീസ് തോൽവിയുടെ പേരിലും പലതവണ വിമർശനങ്ങൾ നേരിട്ടു. എന്തിനേറെ തടിയുടെ പേരിലും വലിയ കളിയാക്കലുകൾ ഉയർന്നു. പക്ഷേ ഇന്ന് ഈ ക്രിസ്മസ് മാസം കഥയാകെ മാറിയിരിക്കുകയാണ്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നിവിൻ പോളി തിരിച്ചു വന്നിരിക്കുന്നു. തനിക്ക് നേരെ ഉയർന്ന വിമർശനങ്ങളെയും കളിയാക്കലുകളെയും കാറ്റിൽ പറത്തി മലയാളത്തിന്റെ പുതിയ കാലത്തെ എന്റർടൈനർ ബോക്സ് ഓഫീസിൽ വിജയക്കൊടി പാറിക്കുകയാണ്. സർവമായ വിജയകരമായി പ്രദർശനം തുടരുമ്പോൾ നമുക്ക് മടക്കി കിട്ടുന്നത് എവിടെയൊക്കെ നമുക്ക് നഷ്ടമായ ആ പഴയ നിവിനെ കൂടിയാണ്. മോഹൻലാലിന് ശേഷമുള്ള പുതുതലമുറയിൽ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഒരു പേഴ്സണൽ കണക്റ്റുള്ള നടനാണ് നിവിൻ പോളി എന്ന് തോന്നിയിട്ടുണ്ട്. കുടുംബ പ്രേക്ഷകരോട് അടുത്ത് നിൽക്കുന്ന ഏതൊരു ശരാശരി മലയാളി യുവാക്കൾക്കും റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന കഥാപാത്രങ്ങളും പ്രകടനങ്ങളുമാണ് നിവിനെ മലയാളികളുടെ പ്രിയപ്പെട്ട എന്റർടൈനറാക്കി മാറ്റിയത്. സർവമായ വലിയ വിജയം സ്വന്തമാക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലാകെ നിവിൻ പോളി പോസ്റ്റുകളും റീലുകളും കൊണ്ട് നിറയുകയാണ്. നിവിൻ്റെ തിരിച്ചുവരവ് വളരെ പേഴ്സണലായ ഒരു വിജയം പോലെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത്. ആ ചിരിയും തമാശകളും ചാമുമൊക്കെ കാണാൻ മലയാളികൾ അത്രയും കൊതിച്ചിരുന്നുവെന്ന് സാരം. സർവമായ കണ്ടിറങ്ങിയവരാരും നിവിൻ്റെ പ്രബന്ധുവിനെ മറക്കില്ല. വളരെ എഫേർട്ട്ലെസ് എന്ന് തോന്നിയേക്കാവുന്ന എന്നാൽ നിവിനെ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു കഥാപാത്രമാണത്. നിവിന് മാത്രം സാധിക്കുന്ന ചില ഐറ്റമുണ്ട്. ലവ് ആക്ഷൻ ഡ്രാമയിലെ ചോറ് വിളമ്പുന്ന രംഗവും ഒരു വടക്കൻ സെൽഫിയിലെ ഉമേഷിൻ്റെ നല്ല തണുത്ത കാറ്റുണ്ടല്ലേ എന്ന ഡയലോഗുമെല്ലാം നിവിന് മാത്രം പറ്റുന്ന ഒന്നാണ്. ചില എക്സ്പ്രഷനുകളും ചിരിയും റിയാക്ഷനുമെല്ലാം വളരെ പെട്ടെന്ന് അതും പ്രേക്ഷകർക്ക് കണക്റ്റ് ആകും വിധം അയാളുടെ മുഖത്ത് മിന്നിമായി. അത്തരം നിരവധി മുഹൂർത്തങ്ങളാൽ സമ്പന്നമാണ് സർവമായ. നിവിൻ എന്ന അഭിനേതാവിനെ നിങ്ങൾ എങ്ങനെ കാണാൻ ആഗ്രഹിച്ചോ അതാണ് സർവമായ. അയാളിലെ എൻ്റർടൈനറെ തിരികെ കൊണ്ടുവരുന്നതിൽ അഖിൽ സത്യൻ വിജയിച്ചിട്ടുണ്ട്. കോമഡി ചിത്രങ്ങൾ ചെയ്യുമ്പോൾ മോഹൻലാലിനുണ്ടാകുന്ന ഒരുതരം ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നാടോടിക്കാറ്റിലും ചന്ദ്രലേഖയിലും കിലുക്കത്തിലും ചിത്രത്തിലുമെല്ലാമുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ നമ്മൾ ഇന്നും കണ്ടു ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. നിവിനിലും സമാനമായൊരു ഫ്ലെക്സിബിലിറ്റി പ്രേക്ഷകർക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഒട്ടും ഏച്ചുകെട്ടലില്ലാതെ ഒരു ചെറിയ നിമിഷത്തെ നോട്ടം കൊണ്ടും ശരീരഭാഷ കൊണ്ടും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നിവിന് സാധിക്കുന്നു. സർവമായിൽ രണ്ടിടങ്ങളിൽ നിവിൻ്റെ കഥാപാത്രം ആളെ തിരിച്ചറിയാൻ കഴിയാതെ ചമ്മുന്ന മൊമെൻറ്റുകളുണ്ട്. വെറും എക്സ്പ്രഷനുകൾ കൊണ്ടും നിമിഷ നേരം മാത്രമുള്ള ആ സീനിനെ നിവിൻ കയ്യിലെടുക്കുന്നുണ്ട്. അത്തരത്തിൽ എത്രയോ സീനുകൾ സിനിമയിൽ ഉടനീളമുണ്ട്. പ്രേമവും ഓം ശാന്തി ഓശാനയും ഒരു വടക്കൻ സെൽഫിയും ജേക്കബിൻ്റെ സ്വർഗരാജും ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേളയും തട്ടത്തിന് മറയത്തുമെല്ലാം പ്രേക്ഷകരുടെ മനസ്സിൽ മായാതെ ഇന്നും നിൽക്കുന്നുണ്ട്. അവയിലെ നിവിൻ പോളിയും. തുടരും റിലീസ് ടൈമിൽ തരുൺ മൂർത്തി മോഹൻലാലിൻ്റെ സ്ലീപ്പർ സെല്ലുകളെക്കുറിച്ച് പറഞ്ഞതുപോലെ ഇന്ന് തിയേറ്ററുകളിൽ നിവിൻ്റെ സ്ലീപ്പർ സെല്ലുകൾ കൈയടക്കിയിരിക്കുകയാണ്. മോഹൻലാലിന് ശേഷം കുടുംബ പ്രേക്ഷകരുടെ ഇത്രയധികം സപ്പോർട്ടുള്ള മറ്റൊരു നടനുണ്ടെന്ന് തോന്നുന്നില്ല. അത് അയാളിലെ അഭിനേതാവിന് പ്രേക്ഷകർ നൽകുന്ന വിശ്വാസം കൂടിയാണ്. ഇനി ഒരു വർഷം എൻ്റർടൈനർ സിനിമകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് നിവിൻ പോളി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. എത്ര കംഫർട്ട് സോണെന്ന് വിമർശിച്ചാലും മാറ്റി നിർത്തിയാലും ആ സോണിൽ അയാളെ വെല്ലാൻ ഇനി മലയാളത്തിൽ ആരുമില്ല. ഹിറ്റ് റേഷ്യോ നോക്കിയാൽ നിവിനോളം പോന്ന മറ്റൊരു യുവതാരവും ഇന്നില്ല. ഒരു സമയത്ത് തിയേറ്ററിൽ തുടർച്ചയായി ആളെ കൂട്ടിയ പ്രകടനം കൊണ്ട് കൈയടിപ്പിച്ച ചിരിപ്പിച്ച നിവിൻ പോളി തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി വരാനിരിക്കുന്ന ബേബി ഗേൾ, ബെൻസ്, ഗിരീഷ് ഏടി ചിത്രം, ബി ഉണ്ണികൃഷ്ണൻ ചിത്രം, മൾട്ടിവേഴ്സ് മന്മഥൻ എന്നീ സിനിമകൾ കൂടി പ്രതീക്ഷ നൽകുമ്പോൾ നിവിൻ പോളി ഈസ് ബാക്ക് എന്ന് സംശയമില്ലാതെ നമുക്ക് പറയാൻ കഴിയും.